അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഈ വീഡിയോയിൽ എന്താ പറഞ്ഞെങ്കിൽ എൻ്റെ ഓൻ്റെ അലിയാക്ക നാട്ടിൽ നിന്ന് ഇവിടെ ദുബൈയിലോട്ട് വന്നിട്ടുണ്ടെന്ന് ഓനറിഞ്ഞു. അങ്ങനെ ഓൻ പറഞ്ഞ് നമ്മൾ പോയിട്ട് കണ്ടിട്ട് വരാം. എന്താണെന്ന് വെച്ചാൽ അലിയാക്ക മറ്റന്നാൾ തിരിച്ചു പോകും. അങ്ങനെ നമ്മൾ പോകുന്നതാണ്. ഈ അറൗണ്ട് ഇപ്പോൾ 2 മണി ആയിട്ടുണ്ടാവും. പിന്നെ ഓന് ഡ്യൂട്ടിയിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ പോകുന്നത്. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റിൽ കയറിയിട്ടാകുമ്പോൾ പെട്ടെന്ന് ഓനോ ചോദിച്ച് കുഞ്ഞിൻ്റെ ഷൂ എടുത്തു. സംഭവം നമുക്ക് ഈ തിരക്കിനിടയിൽ വ്ളോഗ് എടുക്കുന്ന ഈ ഒരു തിരക്കിൽ ഞാൻ ഷൂ ഇടാൻ മറന്നുപോയി. അങ്ങനെ അതിൽ ഞാൻ റൂമിൽ പോയിട്ട് ഷൂ കുഞ്ഞിന് വേറാക്കിയിട്ട് വന്നതാണ്. ഓന് സംഭവം നല്ല ദേഷ്യമായിരുന്നു. പിന്നെ ഓനൊന്നും മിണ്ടാൻ നിന്നിട്ടാ. എന്നിട്ട് നമ്മൾ ലിഫ്റ്റിൽ കയറി. ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുഞ്ഞെന്തല്ലോ താഴെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി. ഇത് നമ്മളെ റൂമിലോട്ടുള്ള മെയിൻ എൻട്രൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് രാത്രി ആകുമ്പോൾ ഇത് ലോക്ക് എന്തായാലും ഒരു 11 മണി കഴിഞ്ഞെങ്കിൽ ഈ ഡോറ് ലോക്കാക്കും എൻട്രൻസ്. പിന്നെ കാർഡ് സ്വൈപ്പ് ആക്കണം. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഇത് നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങിയ പാടെയുള്ള ഒരു ഇടവഴി പോലത്തെ സംഭവമാണ്. ഞാൻ അതിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അളിയാക്കൻ്റെ റൂമിൻ്റെ തൊട്ടടുത്താണ്, ഹോട്ടലിലാണ് സ്റ്റേ ആക്കുന്നത്. അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ റൂം റോയൽ മന്തിൻ്റെ അടുത്തായിട്ട് വരും. ഇവിടെ ദുബൈയിലുള്ളവർക്കറിയാം റോയൽ മന്തി ആടാന്ന് പറഞ്ഞിട്ട്. അതിട്ട് നമ്മൾ ഇങ്ങനെ നടക്കുന്നത്. ഓന് പറയുന്ന സ്പീഡ് നടക്കുന്നു. പിന്നെ ഓള് ഇങ്ങനെ കരഞ്ഞോണ എത്തും പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞിന് ഓൻ്റെ കയ്യിൽ കൊടുത്തു. കാരണം വ്ളോഗ് ഇതെല്ലാം ആകുമ്പോൾ ഞങ്ങൾക്ക് എത്താൻ കഴിയുന്നുണ്ടായിട്ടാ. നമ്മളിപ്പോൾ സിഗ്നലിന് വേണ്ടി വെയിറ്റ് ആക്കുന്നേ ഉള്ളതാണ്. ഇവിടെ പിന്നെ സിഗ്നൽ വരാതെ നമ്മൾ ക്രോസ് ആക്കാൻ കഴിയില്ല. കാരണം ഇവിടെ ഭയങ്കരത്തിൽ ഫൈനാണ്. റൂൾസെല്ലാം നല്ല സ്ട്രിക്റ്റാണ്. ഇപ്പോൾ ഫൈൻ കൊടുക്കേണ്ടി വന്നപ്പോൾ നമ്മളെല്ലാം പൈസ മൊത്തം ഫൈൻ തന്നെയായിട്ട് വേണ്ടി വരും. ഇവിടെ ഈ സിഗ്നൽ ഇവിടെ റൂൾസെല്ലാം ഇല്ല, നല്ല നാട്ടിലെ പോലെയല്ല, ഭയങ്കരത്തിലാണ്. അങ്ങനത്തെ വരുന്നതാണ് അളിയാക്ക. പിന്നെ അളിയാക്കൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടാണ്. പിന്നെ അളിയാക്കും ഡിസ്കംഫർട്ടാവും. പിന്നെ ഞങ്ങൾക്കും എന്താ പോലെ. അങ്ങനെ അളിയാക്കനോട് കുറേ നേരം മിണ്ടിയെല്ലാം ആയിട്ട് പിന്നെ നമ്മൾ അതിലായിരുന്നു റിട്ടേൺ വരുന്നതാണ്. പിന്നെ ഓള് കുഞ്ഞ് മുമ്പിലേ നടക്കുന്നുണ്ട്, എല്ലാം അറിയുന്ന മാതിരി. എന്നിട്ട് ഓന് പറഞ്ഞാൽ ഓക്ക് ക്യാപ്പ് ഇടുന്ന വെച്ചാൽ ഇവിടെ കുറച്ച് നല്ല കോൾഡ് ഉണ്ട്. കുറച്ചെല്ലാം നല്ല കോൾഡ് ഉണ്ടായി വെച്ചാൽ ഭയങ്കരത്തിലുണ്ടായിട്ടാ, അത്യാവശ്യം കോൾഡ് ഉണ്ടായി. പിന്നെ ഇത് ക്യാപ്പ് ഇട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓള് ക്യാപ്പ് ഒരിക്കൽ വേറെ ആക്കുന്നു. പിന്നെ അത് എടുക്കുന്ന അതിൽ. എന്നിട്ട് നമ്മൾ വരുമ്പോൾ അവിടെ സിറ്റി ബർഗർ നാവ് വണങ്ങുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ സിറ്റി ബർഗറിൽ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി നമ്മൾ. എന്നിട്ട് നമ്മൾ സിറ്റി ബർഗറിന് ഗ്രില്ല് പിന്നെ ലോലിപോപ്പ് അങ്ങനെയെല്ലാം ഓർഡർ ആക്കിയിട്ട് നമ്മൾ ഇത് കഴിക്കുന്നേ ഉള്ളതാണ്. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഇടുന്ന ആ എക്സ്പ്രഷൻ എന്തിനായിട്ട് നമുക്ക് എന്നറിയില്ല. അപ്പോൾ അങ്ങനത്തെ എല്ലാ വിഷയം. അപ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ആക്കാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ലൈക്ക് ഷെയർ കോമെൻറ്റ് എല്ലാം ചെയ്യണം. അപ്പോൾ പ്ലീസ് കീപ് സപ്പോർട്ടിങ് മീ, പ്ലീസ്. എന്നിട്ട് നമ്മൾ ഫുഡെല്ലാം ആക്കി. എൻ്റെ കുഞ്ഞ് ഭയങ്കരത്തിൽ ഓക്ക് മയോണൈസ് ഭയങ്കര അപ്പോൾ ഇങ്ങനെ മയോണൈസ് ഡിപ്പാക്കിയിട്ടാക്കുന്നത്. അതിൻ്റെ ഇടയിലുള്ള എന്നെ കിസ്സാക്കാൻ വരുന്നതാണ്. ഓക്കെ, മമ്മ കിസ്സും പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ എൻ്റെ ഇടയിൽ പെട്ടെന്ന് ചെറിയ പിന്നെ ഓൾറെഡി ഓഫ് ആയിട്ടാണ്. അപ്പോൾ അത് കുഞ്ഞിനെ കൂടുതലായിരുന്നാന്ന് പേടിച്ചിട്ട്. പിന്നെ അടുത്ത ക്ലൈമറ്റും അങ്ങനെയാണ് ഇപ്പോൾ ദുബായിലത്തെ, അതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ ചിക്കൻ ലോലിപോപ്പ് ഇങ്ങനെ അത് നല്ല ചൂടുണ്ടായി ചിക്കൻ ലോലിപോപ്പ്. അപ്പോൾ ഓക്കും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പൂക്കാക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ചൂടുണ്ടായി അത്യാവശ്യം ലോലിപോപ്പ്. ഞാൻ എന്തിനും പിന്നെ അങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായി അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ ഇടന്ന് ഇറങ്ങി. എന്നിട്ട് ഓള് സ്റ്റെപ്പിൻ്റെ ഇടന്നിട്ട് ഓള് ഒറ്റയ്ക്ക് താഴേക്കെന്നും പറയുന്നുണ്ടായി. പോന് പിടിച്ചിട്ട് വെച്ചിനോളാം താഴെ ഇറങ്ങെല്ലാം പറഞ്ഞിട്ട്. എന്നിട്ട് അതിനിടയിൽ ഓൾ എൻ്റെ ഫോൺ താഴെ ഇട്ട് എൻ്റെ ബെഡ് ഞാൻ കേൾക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങളെല്ലാം ഇടയിൽ വേറെ നടക്കുന്നതുണ്ട്. എന്നിട്ട് ഇത് ഞാൻ റിട്ടേൺ റൂമിലോട്ട് പോകുന്നതാണ്. ഒറ്റയ്ക്ക് നടക്കുന്നതുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഓപ്പൺ പ്ലേസ് കിട്ടി. ഒറ്റയ്ക്ക് ഇങ്ങനെ ഓപ്പൺ പ്ലേസ് കിട്ടിയാലോ ഇങ്ങനെ തനിയെ നടക്കും. പിന്നെ ഇത് ഇപ്പം കാണിക്കുന്നേ ഉള്ളത് അവിടെ മുകളിൽ ഫ്ലൈറ്റ് പോകുന്നതുണ്ട്. മമ്മ ഫ്ലൈറ്റും പറഞ്ഞിട്ട് അതിൽ റിട്ടേൺ റൂമിലോട്ടെത്തി, എൻട്രൻസിലോട്ടെത്തി. എന്നിട്ട് അതിൻ്റെ ഇടയിൽ താഴെ ഒരു സ്റ്റോൺ ഉണ്ട്, അതിനോട് വിളിച്ചിട്ട് താഴെട്ട്. അങ്ങനത്തെ ചെറിയ കുറ്റക്കേടെല്ലാം ഉണ്ടാവുക. എന്നിട്ട് ഞാൻ ലിഫ്റ്റ് കയറി. എന്നിട്ട് നമ്മൾ ഫ്ലോർ എത്തി, ഞാൻ ഇറങ്ങി. എന്നിട്ട് റൂമിലോട്ട് പോയി.
പ്ലേ മറ്റേ കാര്യം മറക്കല്ല, ഏത് സബ്സ്ക്രൈബ്, ഓൾവേസ് കീപ് സപ്പോർട്ടിങ് മീ. ഓക്കെ, അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണുന്നവരെ ബൈ, ലവ് യു ഓൾ.